ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, കേരളത്തിലെ ജനങ്ങളോട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, ഈ പറയുന്ന ഖുർആനിലായാലും ബൈബിളിലായാലും ഗീതയിലായാലും അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അടിവരയിട്ട് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ. മർദ്ദിതൻ്റെ പ്രാർത്ഥന ദൈവം മറയില്ലാതെ സ്വീകരിക്കുന്ന പറഞ്ഞു. ആ മർദ്ദിക്കപ്പെട്ട, ചവിട്ടിയൊതുക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട, ജീവിതം നിഷേധിക്കപ്പെട്ട, ജീവന് പോലും നാളെ മണിക്കൂറിൽ ഉണ്ടാകുമോ എന്നറിയാത്ത പച്ചയായ പാവപ്പെട്ട മനുഷ്യരെ നിലമ്പൂരിൻ്റെ മലയോരങ്ങളിൽ അവരുടെ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് എല്ലാ മതത്തിൽപ്പെട്ടവരും ദൈവമേ, പടച്ചോനെ, അള്ളാഹുവേ, കർത്താവേ, ഞങ്ങളുടെ ജീവൻ നീ രക്ഷിക്കണേ, ഈ പറയുന്ന മനുഷ്യത്വ വിരുദ്ധരിൽ നിന്ന് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നിലപാട് നീ സ്വീകരിക്കണേ എന്ന് സർവശക്തനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ അവരാണ് നിലമ്പൂരിലുള്ളത്. അത് മറയില്ലാതെ ആകാശത്തേക്ക് പോയിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തെരഞ്ഞെടുപ്പ് ഞാൻ ആകാശത്തേക്ക് അർപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ അർപ്പിച്ചത് ഒരു കാരുണ്യ വർഷമായി നിലമ്പൂരിൽ പെയ്തുകൊണ്ടിരിക്കുക മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. ഹൃദയത്തെ മാറ്റിമറിക്കുന്നവൻ ദൈവം, മനസ്സിലായോ? നമ്മുടെ ഹൃദയം നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അതാ നാട്ടിൽ നടക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന, അവരുടെ അതന്നെ എൻ്റെ പിൻബലം. അതുകൊണ്ട് തന്നെ പി വി അൻവർ ഇപ്പോഴും എൻ്റെ ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ ജോലി കഴിഞ്ഞു. ഞാൻ സർവശക്തനായ ദൈവത്തെയും ആ നാട്ടിലുള്ള എല്ലാ വിശ്വാസികളായ മനുഷ്യരെയും ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി എനിക്കതിലൊരു വിഷയമില്ല. ഇനി അവർ മറ്റന്നാൾ ബൂത്തിലേക്ക് പോകുമ്പോൾ, നാളെയല്ലേ, നാളെ ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരു പിണറായിയും ഇല്ല അവിടെ, ഒരു എന്താ പറയുക വി ഡി സതീശനും ഇല്ല, ഒരു ഗോവിന്ദ മാഷും ഇല്ല, ഒരു എന്താ പറയുക പ്രധാനമന്ത്രി ഇല്ല. അവരുടെ മനസ്സിലെ അവരുടെ ജീവനാ, മനസ്സിലായങ്ങൾ, അവരുടെ ജീവൻ, അവരുടെ കുഞ്ഞു മക്കളില്ലേ. അമ്മ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇടുക്കിയിൽ കണ്ടില്ലേ, അമ്മൻ്റെ കയ്യിൽ നിന്ന് പുലി കഴുത്തിന് പിടിച്ചിട്ട് 8 വയസ്സായ കുഞ്ഞിനെ കൊണ്ടായത് നിങ്ങൾ കണ്ടില്ലേ? ഈ ഭരണാധികാരിയുടെ ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരുന്നുണ്ടോ? ആ മനുഷ്യരാണ് ആ നാട്ടിൽ ജീവിക്കുന്നത്. അണഞ്ഞുകൂട്ടി കിടക്കുക രാത്രി മക്കളെ. ഏത് വാതിൽ പൊളിച്ച് ആന വരും, പുലി വരും എന്നറിയാതെ. ലക്ഷക്കണക്കിന് വീടുകളിൽ 80% കട്ട കൊണ്ടുണ്ടാക്കിയ വീടാ. ആന തുമ്പി കൊണ്ടൊന്നും ഇങ്ങനെ നീക്കിയാൽ ആ വീടിൻ്റെ അകത്തേക്ക് കയറാൻ 1 സെക്കൻഡ് മതി. അറിയാം നമുക്ക്? നേരം വെളുക്കുമ്പോഴേക്ക് ജീവൻ ഉണ്ടാകുമെന്ന് അറിയാതെ മക്കളെ അണഞ്ഞുകൂട്ടി പ്രാർത്ഥിച്ച് കിടക്കുന്ന അമ്മമാരുള്ള ഗ്രാമ നിലമ്പൂര്, ഈ മലയോരം മുഴുവൻ. അവര് തിരിയോ? കാണാം നമുക്ക്. ആ പ്രാർത്ഥന പോയിട്ടുണ്ട് ആകാശത്തേക്ക്. അതിൻ്റെ ഉത്തരം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങും. അത് തന്നെയാണ് പി വി അൻവറിൻ്റെ വിശ്വാസം.